ഗുഡ് മോർണിംഗ്. ഒരു കോഫി പൗതി കുടിച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കാമെന്ന് അപ്പം ഇറങ്ങിയതാണ്. ദേ എൻ്റെ തലയുടെ മേളിൽ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലായോ? നിറച്ച് ഫിഗ് ട്രീ, അത്തിപ്പഴം നിറയെ അത്തിപ്പഴം ഉണ്ടായി നിൽക്കണുണ്ടോ? എല്ലാം ആയിട്ടോ. കുറച്ച് ഒരു 2-3 വീക്സിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് പറിക്കാറാവും. നല്ല അടിപൊളി നല്ല സ്വീറ്റാണ് അത്. എൻ്റെ മുഖം നോക്കണ്ട, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കാപ്പിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് മുഖം ഇങ്ങനെ വീർത്തിരിക്കുവാണ്. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇത് ഇട്ടുമാറാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനൊന്നും ഇടയ്ക്ക് നട്ടില്ലായിരുന്നു ഉരുളക്കിഴങ്ങ്. അതെല്ലാം ഇത്രേ ആയിട്ടുള്ളൂ. ഞാനൊരു ഇത്തിരി വീട്ടിലിരുന്ന ഉരുളക്കിഴങ്ങ് മുളച്ചത് നട്ടതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു റോസ് മുളച്ച് വന്നേക്കണം. ഇതുണ്ട്, കാരണം പണ്ട് ഈ വേലിയത്ത് നിറച്ച് റോസ് ഉണ്ടായിരുന്നതാണ്. അപ്പം അതൊക്കെ പോയിട്ട് ഇപ്പം ഇതുണ്ട്. ഞാൻ ഈ ഇടയ്ക്കുള്ളതൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല, കാരണം കുറേ ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ അവിടെ ഉണ്ടായിട്ടുണ്ട് വേണ്ട ഉരുളക്കിഴങ്ങ്. പിന്നെ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ മുന്തിരിവള്ളികൾ അന്ന് പറമ്പ് ക്ലീൻ ചെയ്യിച്ചപ്പം എല്ലാം വെട്ടി ഒതുക്കി നിർത്തി. ഇതിൻ്റെ ഇടയിൽ മുന്തിരി ഇതുണ്ട്. എന്നിട്ടും മുന്തിരി ഉണ്ടായിക്കണുണ്ടോ? കുറച്ച് ഉണ്ടായി വരുന്നതേ ഉള്ളൂ മുന്തിരി. അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നിറയെ. ഇപ്പം വൈനിടാനുള്ള ഒന്നും കിട്ടുമൊന്നുമില്ല. എനിക്ക് കഴിക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളത് കിട്ടുമെന്നുള്ളൂ. ഇതുണ്ട്, എൻ്റെ ഇടയിലൊക്കെ നിറയെ മുന്തിരി ഉണ്ടായി കിടപ്പുണ്ട്. ഇതൊക്കെ വെള്ളമുന്തിരിയാണ് ഈ വേലിയിലുണ്ടായിരുന്നു. ഇതുണ്ട് കാണാമോ നിങ്ങൾക്ക്? ഇതുണ്ടോ വെള്ളമുന്തിരി ഉണ്ടോ? ഇത് കണ്ടോ, കുറച്ചേ ഉള്ളൂ റോസ്. ഓർമ്മയുണ്ടാവും റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കണത്, നിറയെ റോസ് പറിച്ചിട്ട്. അടിപൊളി കാര്യം ഇത് കണ്ട. ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പറമ്പ് അവരുടെ ഉടമസ്ഥരുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇത് കണ്ട, ഞാനിവിടെ വന്നപ്പം കാറ്റ് കൊണ്ട് വാഴ എല്ലാം നശിച്ചു പോയായിരുന്നു. ഇതുകൊണ്ട് ഇപ്പം എല്ലാ വാഴയിലും ഞാൻ കുറേയൊക്കെ വെട്ടിയൊക്കെ ഒതുക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ഇതുണ്ട വാഴയിലൊക്കെ നിറയെ വാഴയിലയായി. നോക്കിയേ, കാണാനല്ലേ ഉണ്ടോ? ചെറുനാരങ്ങ നിറയെ. ഈ മരത്തിൽ നിന്നാണ് ആദ്യം പറിച്ചത് നെയ്ബേഴ്സ്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ നെയ്ബേഴ്സൊക്കെ വന്ന് പറിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് പറിച്ചോ. പലരും പറഞ്ഞു പറിപ്പിക്കരുത്, കാരണം വേറെ ആൾക്കാർ നമ്മുടെ ചെറുനാരങ്ങ മരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസമാണ്, പിന്നെ കായ്ക്കൊന്നുമില്ലെന്ന്. ഒരു അടുത്ത വീട്ടിലൊരു പെണ്ണ വന്ന് പറിച്ച്. ആ പെണ്ണ് വന്ന് പറിച്ച് അത് കഴിഞ്ഞ് ഇപ്പം ചെറുനാരങ്ങ നിൽക്കണം നോക്ക്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയണത് എങ്ങനെയാണ്? ഇത് കണ്ടോ, നിറയെ ചെറുനാരങ്ങ പൂത്തിട്ടേക്ക് നോക്കി. വയ്ക്കാൻ വന്ന പെണ്ണെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് ഇവിടെ അടുത്ത് തന്നെയുള്ളതാണ്. ആ പെണ്ണിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോഹനെ. എപ്പോഴും പറയും, ജോ കല്യാണം കഴിച്ചില്ലായിരുന്നു, ഞാൻ ജോനെ കല്യാണം കഴിക്കുന്നു. എപ്പോഴും വന്ന് ഗേറ്റിൽ വന്ന് ജോനെ വിളിക്കുകയും വർത്താനം പറിച്ചിലുമായിരുന്നു. ഇടയ്ക്ക് കാണുവാണെങ്കിൽ കാണിച്ചു തരാമേ. എന്നെ ഇടയ്ക്ക് എപ്പോഴും തപ്പി വരും ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട്. ഇതെന്താന്ന് മനസ്സിലായോ? നമ്മുടെ കാക്ക ഫ്രൂട്ട്. ഇത് കണ്ടോ, നിറയെ പൂട്ടേക്കണുണ്ടോ? കാണാമോ നിങ്ങൾക്ക്? എനിക്ക് കണ്ടോണ്ട് കാണാനുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റണോന്നറിയില്ല. നിറയുണ്ട്, നിറയെന്ന് വെച്ചാൽ ഇത് കണ്ട. ഇതായിട്ട് തിക്കായിട്ട് കട്ടിക്ക് ഇത് കണ്ടോ ഇട്ടേക്കണേ. അതുപോലെ തന്നെ ഇവിടെ ഫിഗ്. ഈ ഫിഗൊന്നും ഞങ്ങളുള്ള സമയത്തൊന്നും ഇതൊന്നും ഇതുപോലും കിട്ടിയിട്ടില്ല. നിറച്ച് അത്തിപ്പഴം നിറയെ ഉണ്ടായി കിടക്കണുണ്ടോ? അതിൻ്റെ താഴെയൊക്കെ ചെറുനാരങ്ങ തന്നെയാണ്. കാട്ട് സ്ട്രോബെറി എന്ന് പറയും, ഇവിടെയുള്ളവർ പറയും. ഇത് കണ്ടോ, നിറയെ പറമ്പിലുണ്ടായേക്കണുണ്ട്. ഇന്നലെ ഞാനേ പുല്ല് വെട്ടിയപ്പോൾ കുറേയൊക്കെ പോയി, കാരണം പുല്ല് വലുതായിരുന്നു. അപ്പോൾ പഴയ പോലെ അല്ല, പാമ്പൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഷിപ്പൊക്കെ വന്നുകൊണ്ട് പോട്ടെടുത്തല്ലേ, അപ്പം ഷിപ്പിൽ നിന്ന് പാമ്പ് വന്നിട്ടുണ്ടെന്ന് ലൂക്കയുടെ മദർ പറഞ്ഞായിരുന്നു എന്നോട്. ഞാനതുകൊണ്ട് ഞാൻ തന്നെ പുല്ലൊക്കെ വെട്ടിയപ്പോൾ കുറേ പോയി സ്ട്രോബെറി. അതാരും കണ്ട കുഞ്ഞു സ്ട്രോബെറി ഉണ്ടായി ഇവിടെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിയുമ്പം ഇപ്പം നമ്മൾ പറയില്ല നാട്ടിൽ പാല പൂത്ത മണമെന്നൊക്കെ. ഇത് കണ്ട ആ ഒരു മണമാണ്. എന്ത് നല്ല മണമെന്നറിയും. ഇത് എന്ത് മരമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മൊസമ്പി. ഇത് നോക്കിയേ, ഈ പൂ ഇങ്ങനെ നിൽക്കണോണ്ടേ അടിപൊളി സ്മെല്ല. ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിയുമ്പം തന്നെ കണ്ട പൂ ഇങ്ങനെ നിൽക്കണുണ്ടോ? നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ എത്ര പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന്. ശരിയാണ്, ഞാൻ ആദ്യം പൂട്ട് തുടങ്ങിയ സമയത്തല്ലേ കാണിച്ചേ. ഇത് കണ്ട. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അപ്ഡേറ്റ് തരണതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഹേസൽ നട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഹേസൽ നട്ടിൻ്റെ ചെറുതാണ്. ഞാൻ കാണിച്ചു തരാം. ഹേസൽ നട്ടിൻ്റെ ചെറുതേ ഇവിടെ ഒരു കായ ഉണ്ടോ? അതുപോലെ ഉണ്ട്. ഇത് പച്ച കളർ തന്നെ ആയതുകൊണ്ടേ നമുക്കത് ഇതിലും കണ്ട ഹേസൽ നട്ട് കണ്ട കാച്ചെടുക്കണേ, നമുക്കത് അങ്ങോട്ട് ക്ലിയർ ആവില്ല. അതാണ് പ്രശ്നം. ഇത് ചുമന്ന പ്ലംസ് ആണ്. കാണാം, കണ്ട
ഞാൻ പറഞ്ഞേ ഭയങ്കര പാടാണ് അത് കാണാൻ. കാരണം ഇലയും ചുമപ്പായതുകൊണ്ട് ഇത് നമുക്ക് പിടി കിട്ടൂല. അത് കണ്ടോ, അതേ കിടക്കണമുണ്ടോ, കാഴ്ച കിടക്കണുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിറയുണ്ട്, പക്ഷെ നമുക്ക് കണ്ണിന് പിടിയിട്ട് ഇച്ചിരി പാടായി. ഇലയും മരവും എല്ലാം ചുമപ്പായതുകൊണ്ട്. പാത്തക്കുട്ടന്മാരുടെ അപ്ഡേറ്റ് കണ്ടില്ലല്ലോ, ഇതേ നടക്കണു 2 എണ്ണം. അതിലൊരെണ്ണത്തിൻ്റെ കാല് ഒടിവൊന്നുമില്ല, ഞാൻ നോക്കി. പക്ഷെ അതെന്തോ അത് പതുക്കെ ആദ്യത്തെക്കാളും നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ റെഡി ആകുമായിരിക്കും. കണ്ടോ 2 എണ്ണം നിൽക്കണം നോക്കിയേ, നമ്മുടെ പാത്തക്കുട്ടന്മാർ 2 എണ്ണം. ഇപ്പോൾ പട്ടികളൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയൊക്കെ അവരിപ്പോൾ കുഴപ്പമൊന്നുമില്ല. മുന്തിരി ഉണ്ടായി കിടക്കണ കണ്ട 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 ഈ മുന്തിരി ഉണ്ടായി കിടക്കണം നോക്കിയേ. ഇതിൽ പേരിൻ്റെ മരമാണ്. പേര് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ കണ്ടത് കണ്ടതേ, എനിക്ക് കാണാമോ? അതെ ഒരെണ്ണം ഉണ്ടായി കിടക്കണ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. അത് അത്യാവശ്യം കാണാൻ പാകത്തിനായി. അത് എവിടെയാ അത്? അതെ കണ്ടോ കണ്ടോ, ഒരു പേര് ഉണ്ടായി കിടക്കണ കണ്ടോ. അതെ വെള്ളിലേക്കൊക്കെ ഉണ്ട്. ഇത് മഞ്ഞ പ്ലംസ്, നിങ്ങൾക്ക് കാണാമോന്ന് അറിയില്ല, അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. എനിക്ക് ക്യാമറയിൽ അല്ലാണ്ട് കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ ഇടയിലൊക്കെ നിറയെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ വാൾനട്ടും കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഞാനേ വാൾനട്ടിൻ്റെ കായ നിങ്ങൾ കണ്ടോ, വാൾനട്ട് എങ്ങനെയാണ് കായ്ച്ചു കിടക്കണതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടെങ്കിൽ ചെയിൻ പോലെ കിടക്കും. എവിടെയാ? അതെ എൻ്റെ ഇടയിൽ കിടക്കണുണ്ടോ, അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. ഭയങ്കര പാടാണ്, കാഴ്ചയും കൂടി വലുതായാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിറച്ച് പോന്നിട്ടുണ്ട് മേളിലേക്കൊക്കെ. പക്ഷേ ഇതൊക്കെ എനിക്ക് പറിക്കലെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിന പ്രയത്നമുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഡാനിക്കുട്ടനും അവൻ്റെ കൂട്ടുകാരൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പറിച്ചു തരുമായിരുന്നു. ഇതൊക്കെ ഇനി എങ്ങനെ അപ്പാപ്പനെ കൊണ്ട് എന്തെങ്കിലും തോട്ടി എന്തെങ്കിലും ഉണ്ടാക്കിക്കണം. ഇതൊക്കെ ഇനി പറിക്കണമെന്നുണ്ടെങ്കിൽ. അമ്മയുടെ വാലവൻ അമ്മ എവിടെ പോകണം അവിടെ ഉണ്ട് നടക്കണം. നോക്കി അപ്പുറത്തെ പറമ്പിൽ പൂച്ചയുണ്ട്, അതിനെ മണത്തോണ്ട് നടക്കണത് അവൻ. ഞാൻ പറഞ്ഞില്ലേ ഹേസിൽ നട്ട് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടായി കാണാവോ? അതേ കണ്ടോ ഹേസിൽ നട്ട് ഉണ്ടായി കിടക്കണുണ്ടോ? അതുപോലെ വേറെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ അത് ഈ കളർ ഇതേ തന്നെ ആയതുകൊണ്ടേ ഭയങ്കര പാടാണ്. എന്നറിയോ, ഇതാണ് ബേ ലീഫ്. നമ്മൾ ഇറച്ചിക്കറി അല്ലെങ്കിൽ ബിരിയാണി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടൂലേ ആ ഉണങ്ങി ഒരേല, അതാണ് ഇത് ബേ ലീഫ്. ഇവിടെ നിറയുണ്ടായിരുന്നു, അപ്പുറത്തെ വേലിയിൽ നിറയായിരുന്നു. അവനാ വേലി പൊളിച്ചു കളഞ്ഞപ്പോൾ മുഴുവൻ വെട്ടിക്കളഞ്ഞു. ഇപ്പം ഇതിപ്പോൾ ഒരു മരം മാത്രമേ ഉള്ളൂ. ഡാനിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അവൻ സ്കൂളിൽ പോകുമായിരുന്നു +2 ലാസ്റ്റ് ഡേ പറഞ്ഞേച്ച്. ഇന്ന് സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണ്. വരുമോ? 2:30 ഫംഗ്ഷൻ ഉണ്ട്. ഡാനിക്കുട്ടൻ വരുന്ന സ്കൂളല്ലേ, ഇവരൊക്കെ വരുമ്പോൾ വരാനാണ് അവൻ പറഞ്ഞത് എന്നോട്. എൻ്റെ അമ്മൂമ്മ അവനെ കൊണ്ട് സ്കൂളിലാക്കുവാണ്. നോക്കട്ടെ പറ്റിയാൽ അതാ പാപ്പൻ്റെ പട്ടി കിടക്കണുണ്ടോ ഫോക്കസ്. നോക്കട്ടെ, എനിക്കൊരു മടിയാണ് എല്ലായിടത്തും പോകാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡാനിയുടെ ഫ്രണ്ട്സിനെ ബാക്കിയുള്ളവരും ടീച്ചേഴ്സിനെ കാണുമ്പോൾ കരച്ചിൽ വരും. അതുകൊണ്ട് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാപ്പിക്കുടി കഴിഞ്ഞു. കാപ്പി പെട്ടെന്ന് തണുത്തു പോയി ഇതിനിടയിൽ. കാപ്പിക്കുടി കഴിഞ്ഞു, അവർ പോയി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത്രയൊക്കെ തന്നെ. വെറുതെ വെറുപ്പിക്കാനിടല്ല കേട്ടോ വീഡിയോ, വെറുതെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ ടിക്ടോക്കിൽ. അല്ലേ ആ ടിക്ടോക്കും ഇതൊക്കെ വെറുതെ ഡെഡായിട്ട് അവിടെ കിടക്കും. എന്തെങ്കിലും ഒന്ന് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിലല്ലേ. അപ്പം ഞാൻ എന്തിടാനാണ് ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഓരോ ദിവസം തോന്നണ പോലെ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാം. ഇതിപ്പം ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഫ്രൂട്ട്സ് ട്രീയുടെയൊക്കെ, എന്നാൽ 2ാമത് വീണ്ടും ഇട്ടതാണ്. കാരണം ഇപ്പോൾ 1.5 മാസമായില്ലേ, നമ്മളത് 1 മാസമായി തോന്നുന്നു നമ്മൾ ആദ്യം അത് കായ്ച്ചു തുടങ്ങിയപ്പോൾ ഇട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഇപ്പം കായെല്ലാം പൂവിട്ട് തുടങ്ങിയ സമയത്ത് ഇട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കായെല്ലാം പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്നൊരു അപ്ഡേറ്റ് ഇട്ടതാണ്.